ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോപ്പ് നിർമ്മാണത്തെക്കുറിച്ചാണ്. സോപ്പ് ഉണ്ടാക്കാനായി വെറും 60 രൂപയുടെ ഒരു കിറ്റാണ് വരുന്നത്. ഇതുകൊണ്ട് 4 കിലോ സോപ്പ് വരെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. സോപ്പ് നിർമ്മാണത്തിനായി 5 സാധനങ്ങളാണ് ഉള്ളത്. അതിനായി ഒരു സ്റ്റീൽ പാത്രം എടുത്ത് കോസ്റ്റിക് സോഡ പൊട്ടിച്ചിടാം. 750 മില്ലി വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം. ഇതിനായി പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കാം. അലുമിനിയം പാത്രം ഒരിക്കലും ഉപയോഗിക്കരുത്. കോസ്റ്റിക് സോഡ വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും. ഇത് 30 മിനിറ്റ് വരെ തണുപ്പിക്കാൻ വെക്കണം. ഇതൊരു രാസവസ്തുവാണ്, ശരീരത്തിലൊക്കെ വീഴാതെ സൂക്ഷിക്കണം. ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്ത് 1.5 ലിറ്റർ ഉപയോഗിച്ച എണ്ണയാണ് സോപ്പ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. ഒരു പാത്രത്തിൽ എണ്ണ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കളർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പൗഡർ രൂപത്തിലുള്ള പാക്ക് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ദ്രാവക രൂപത്തിലുള്ള പാക്ക് പൊട്ടിച്ചൊഴിക്കാം. പത്ത് മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച തണുപ്പിക്കാൻ വെച്ച കോസ്റ്റിക് സോഡ ലായനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു മരച്ചട്ടകം കൊണ്ട് 10 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് മണത്തിന് വേണ്ടി സുഗന്ധദ്രവ്യം ഒഴിച്ചു കൊടുക്കാം.
ഈ രൂപത്തിലാണ് ഇതിൻ്റെ മിക്സ് നമുക്ക് കിട്ടേണ്ടത്. സോപ്പ് ഉണ്ടാക്കുന്ന അച്ചിൻ്റെ ഉൾഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണ പുരട്ടിയതിന് ശേഷം അച്ചിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ചുരുങ്ങിയത് 7 മണിക്കൂറിന് ശേഷം അച്ചിൽ നിന്നും സോപ്പ് ഇളക്കിയെടുക്കാം. നമ്മുടെ സൈസിനനുസരിച്ച് സോപ്പ് മുറിച്ചെടുക്കാം. ഉണ്ടാക്കി 2 ആഴ്ചയെങ്കിലും വെച്ച ശേഷമേ സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും ആവശ്യമായ കട്ടിയും ഉറപ്പും സോപ്പിനുണ്ടായിരിക്കും. സോപ്പ് ഇളക്കി 3-4 ദിവസം കഴിഞ്ഞ് മുറിച്ച് കവറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആരും സോപ്പ് വാങ്ങി പൈസ കളയണ്ട. സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.